ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴുള്ള കുറേ ഗുണങ്ങളെന്ന് വെച്ചാൽ നമുക്ക് തോന്നി എന്ത് വേണമെങ്കിലും കാണിക്കാം, തുണിയിൽ അടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. കുറേ വേണമെങ്കിൽ ഒറ്റയ്ക്ക് വെള്ളം അടിക്കാം, ഒറ്റയ്ക്കിരുന്ന് പിച്ചും പെയ്യും പറയാം, എന്ത് വേണമെങ്കിലും കാണിക്കാം, ആരും ഒന്നും ചോദിക്കില്ല. ഒറ്റയ്ക്കുള്ള ജീവിതമായിരിക്കും ചിലപ്പോൾ എനിക്ക് വിധിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ എന്തെങ്കിലും അടിപൊളിയായിട്ട് നടക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ അത് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് നമ്മൾ ആദ്യം എഫേർട്ട് ഇടണം. നിലവിലുള്ള എൻ്റെ അവസ്ഥ വെച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല. ആൻഡ് ഇങ്ങനെയുള്ള പോക്കാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തോൽവിയായി മാറും. ഫിസിക്സാണ് പഠിക്കേണ്ടത്, ഫിസിക്സാണ് ചെയ്യേണ്ടത്, ഫിസിക്സാണ് ജീവനെന്നറിയാം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ എൻ്റെ ജീവിതം വേസ്റ്റാക്കുവാണെന്ന് ഞാൻ തന്നെ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഞാൻ അതിനു വേണ്ടിയുള്ള ഒരു തീരുമാനങ്ങളും ഒന്നും ചെയ്യുന്നില്ല. കടന്നു ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് പോട്ടെ. ജോലി, ആൾക്കാരെന്ത് വിചാരിക്കുന്ന തോന്നൽ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഓവർ തിങ്കിങ്, പല പല കാര്യങ്ങൾ. ജീവിതത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ എന്താ നടക്കാൻ പോകുന്നത്, ഞാൻ അതാവോ ഇതാവോ, 100 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തരുന്നത് എൻ്റെ പ്രവൃത്തികളാണ്. ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ അവിടെ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് ചെയ്യണം. അല്ലാത്തിടത്തോളം കാലം ഇങ്ങനെ സ്വയം പരിതപിച്ചും സ്വയം ക്രിട്ടിസൈസ് ചെയ്തും ഒന്നും ആകേണ്ടതങ്ങ് പോവും. എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് ജീവിതത്തിൽ നടക്കണം. എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ട് ജീവിതത്തിൽ നടന്നേ മതിയാവും. ആൻഡ് നമ്മളതിന് കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കണം. 25 കൊല്ലം അല്ല, ഇപ്പം എനിക്ക് 25 വയസ്സാണ്. നോർമലി റിട്ടയർഡ് ആകുന്ന പ്രായം എന്ന് പറഞ്ഞാൽ 60 വയസ്സാണ്. നിലവിലുള്ള ഈ 35 വർഷത്തെ നിനക്ക് ഒരു ജോലി തന്നെ, ഇപ്പം പ്രതിഫലവും അതിൽ നിന്ന് കിട്ടുന്ന പണവും ഒന്നും ഒരു കൺസേൺ അല്ലെങ്കിൽ നിനക്ക് എന്ത് ജോലി ചെയ്യാനാണ് ഇഷ്ടം എന്നൊരാൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഫിസിക്സ് പഠിച്ച് ഫിസിക്സിൽ ഗ്രാഫിക് സിന്തസിസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി ചെയ്യാനാണ് താല്പര്യം. ഇത് നിനക്കറിയാമെങ്കിൽ ഇതിനു വേണ്ടി ഇതെന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. നിനക്കതാണ് താല്പര്യമെങ്കിൽ നീ ചുമ്മാ ഇറങ്ങിത്തിരിക്കുക, ജോലി വിട്ടുകളാ. ഒന്നും കാണത്തില്ല, ഒരു ബാക്കമ്പും കാണത്തില്ല, പട്ടിണിയായിരിക്കും, പരിവട്ടമായിരിക്കും. പക്ഷെ ഇറങ്ങിയാൽ മാത്രം മനസ്സിലാവൂ. അളിയ നിൻ്റെ കൂടെ ആരുമില്ല. നിൻ്റെ കൂടെ നീ തന്നെ നിൻ്റെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആൾട്ടർനേറ്റ് സെൽഫ് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് ഭ്രാന്താവും, ഇടയ്ക്ക് ദേഷ്യം വരും, ഇടയ്ക്ക് സങ്കടമാവും, ഇടയ്ക്ക് മണ്ടത്തരങ്ങൾ കാണിക്കും, ഇടയ്ക്ക് ചിന്തിക്കാതെ കുറേ തീരുമാനങ്ങളെടുക്കും. പക്ഷെ ഇതിൻ്റെ എല്ലാം അവസാനം നീ എവിടെയെങ്കിലും എത്തിച്ചേരുമെന്ന് ഉറപ്പ് എനിക്കുണ്ട്. ഇതൊക്കെ ഇപ്പം നമുക്കാരും പറഞ്ഞു തരാനോ വഴികാട്ടിത്തരാനോ കൂടെ ഇപ്പം ആരുമില്ല. പക്ഷെ വിശ്വസിക്കുന്ന ഒന്നുണ്ട്, ദൈവം. അതെന്നെ സഹായിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നാളെ ഞാൻ മാനേജറിനോട് പറയും ലീവ് എടുക്കുന്ന കാര്യം. ലീവ് എടുത്തേ മതിയോ? പുള്ളി എത്രയും പെട്ടെന്ന് അറിയിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഞാൻ പോവാ. ജീവിതം എവിടെത്തോ. ഇടയ്ക്ക് തോന്നും ഞാൻ ഒരു വില്ലനായിരുന്നെങ്കിലും എന്ന്. വില്ലനുള്ളൊരു ഫ്രീഡം, എന്തും ചെയ്യാം. ആ ഫ്രീഡം ഓഫ് ചോയ്സാണ് വില്ലനാക്കുന്നത്. അൺപ്രഡിക്റ്റബിലിറ്റി, കെയോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു വില്ലനെ അനശ്വരനാക്കുന്നത്.
നോക്കാം.